നമസ്കാരം. ഞാൻ നമ്മുടെ സുഹൃത്തിന്റെ ഒരു ചാനലുണ്ട്. ആലപ്പി വൈബ്സ് എന്നാണ് പേര്. അപ്പൊ ഞാൻ ഇന്ന് ഈ ചാനലിന് വേണ്ടി ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്കാടെ ടർബോ ജോസിന്റെ കുറെ അപ്ഡേഷനുകളും വിശേഷങ്ങളും ഒക്കെ ഇതിനടക്കം തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇന്നലെ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് മമ്മൂക്കാടെ ടർബോയുടെ ഒരു പോസ്റ്റർ മമ്മൂക്ക ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടത്. ആ പോസ്റ്റർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു പോസ്റ്റർ തന്നെയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇതിലെ സാധനം എന്ന് പറഞ്ഞാൽ മരണ മാസ് ഐറ്റം എന്ന് പറയാൻ നമുക്ക്. എന്തായാലും ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മമ്മൂക്കാട് ഒരു പഴയ സിനിമയാണ് ഓർമ്മ വരുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഈ പോസ്റ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. കാരണം ഇതിനകത്ത് ചെറിയൊരു ചേഞ്ച് വരുത്തിയാണ്. കാരണം മമ്മൂക്ക ഇട്ടിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ഷർട്ട് മാറ്റിയിട്ട് നമ്മുടെ ഒരു ടീഷർട്ട്, അതായത് മറ്റേ കോട്ടുള്ള കണക്കത്തുള്ള ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല, നമ്മുടെ ബിലാൽ ജോൺ കുരിശിങ്കൽ ആ ഒരു ലുക്ക്. എന്തായാലും നമ്മുടെ മമ്മൂക്കാടെ ടർബോ മെയ് 23 വേൾഡ് വൈഡ് റിലീസായിട്ട് വലിയൊരു റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു 400+ തിയേറ്റർ മമ്മൂക്കാക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു തിയേറ്റർ തന്നെയാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. പോസിറ്റീവ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനായാസം 100 കോടിയിലെത്തുന്ന മമ്മൂക്കാടെ ആദ്യത്തെ സിനിമ, അതായത് കേരളത്തിൽ നിന്നും 100 കോടി കളക്ട് ചെയ്യുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും ഇത്. സിനിമ പോസിറ്റീവ് ആയ പിന്നെ നമ്മൾ പറയണ്ടല്ലോ അല്ലേ, പൊളിച്ചെടുക്കും. എന്തോ എനിക്കൊന്ന് വണ്ടിയുടെ സൈലൻസർ ആണെന്ന് തോന്നുന്നു എടുത്തിങ്ങനെ തൂക്കി അടിക്കുന്ന ഒരു സാധനം. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ടർബോ മോഡൽ ആക്ടിവേറ്റഡ് എന്നാണ് ആ ഒരു ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്താണെങ്കിലും 23 സിനിമ വലിയൊരു റിലീസ്, കാരണം 400+ തിയേറ്ററിലാണ് സിനിമ റിലീസിനായിട്ട് എത്തുന്നത്. വലിയൊരു റിലീസാണ് മമ്മൂക്കാട് ഇതുവരെ ഉള്ള സിനിമയിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു റിലീസ് തന്നെയാണ് ഇപ്പം എത്താൻ പോകുന്നത്. വേൾഡ് വൈഡ് റിലീസായിട്ടാണ് സിനിമ എത്തുന്നത്. സിനിമ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം ഇതുവരെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കളക്ഷനും ബ്രേക്ക് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം മമ്മൂക്ക കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ഫുൾ കോമഡി ആക്ഷൻ ചിത്രത്തിൽ മമ്മൂക്ക അഭിനയിക്കുന്നത്. എനിക്കൊന്ന് അവസാനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് രാജമാണിക്യം, അണ്ണൻ തമ്പി, അതിനുശേഷം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഷൈലോക്ക്, ഈ സിനിമകളായിരിക്കും ഒരു പക്ഷെ ഒരു ഫുള്ള് കോമഡി ആക്ഷൻ എന്റർടൈനർ ആയിട്ട് വന്നിരിക്കുന്ന സിനിമകൾ. എന്തായാലും വൈശാഖ് മിഥുൻ മാനുവൽ കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന ഈ ഒരു സിനിമ പൊട്ടിപ്പാറുന്ന ഐറ്റമായിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. മമ്മൂക്കയുടെ വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്ററുകളൊന്നും സിനിമയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇതിന്റെ ട്രെയിലർ ഒരു പക്ഷേ ചിലപ്പോൾ 10-ാം തീയതി തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ട്രെയിലർ കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് സിനിമയ്ക്ക് ഭയങ്കര ഒരു ഹൈപ്പ് കിട്ടും. കാരണം അത് 100% ഉറപ്പാണ്. കാരണം മമ്മൂക്കാടെ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ മമ്മൂക്കാടെ ഒരു ട്രെയിലറോ വന്നു കഴിഞ്ഞാൽ പിന്നെ മലയാള സിനിമ എന്നല്ല യൂട്യൂബ് ചാനൽ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. ഞാനൊരു മമ്മൂട്ടി ആരാധകനായതുകൊണ്ടും എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഈ സിനിമയ്ക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്നുണ്ട്. പക്ഷെ മമ്മൂക്കയുടെ കാലത്ത് ഗ്യാരണ്ടി പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 തൊട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകൾ, വളരെ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ എന്താ പറയുക സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്നതിൽ മമ്മൂക്ക കാണിച്ചിട്ടുള്ള ആ ഒരു ഇത്, അതൊക്കെ കൊണ്ട് തന്നെയാണ് സിനിമ സൂപ്പർ ആകും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് 23-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം. സിനിമ കണ്ടതിന് ശേഷം സിനിമയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും